Welcome to Limia Creative World. I'm Leah. I'm Amaya. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റ് ഡിഷായ മാംഗോ പൈ. മാംഗോ പൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പൈ ക്രസ്റ്റ്, ജെലാറ്റിൻ, ഷുഗർ, എഗ്, വാട്ടർ, വാനില എസൻസ്, മാംഗോ, വിപ്പിംഗ് ക്രീം, ചീസ് ക്രീം, മാംഗോ പൈ. നമുക്ക് ഈ പൈ ക്രസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യണം. ഇത് നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം. അന്നേരം ഇത് മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനും കഴിയും. നമുക്ക് വേറെ വീഡിയോ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അന്നേരം നമുക്കിത് എഗ്ഗ് വെച്ചൊന്ന് ബ്രഷ് ചെയ്യണം. ഞാൻ ഈ ക്ലിപ്പൊക്കെ ഒന്ന് മാറ്റി. ഞാൻ ഒന്ന് ഊരിക്കോട്ടെ. അമ്പു ചെയ്താൽ ശരിയാവത്തില്ല. സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവേ. ഇനി ഇതിന്റെ മേലെ നമുക്ക് എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്യണം. എഗ്ഗ് അതാ ഇത് ലൈറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ബ്രേക്ക് ആവും. ഇത് ബിസ്ക്കറ്റ് അല്ലേ? അങ്ങനെ എഗ്ഗ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്യാം. ഇനി ആ ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ജെലാറ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കണം. എന്നിട്ടൊരു ബൗൾ എടുക്കാം. ഇതിനകത്തേക്ക് ജെലാറ്റിൻ, ഞാൻ ഇപ്പോൾ 10 ഗ്രാം ജെലാറ്റിനാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് വാട്ടർ. എന്നെ കൊണ്ടൊന്നും ജീവിച്ചില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോവേ. ഇപ്പൊ ഇവിടെ നിൽക്കാം, ഒന്നും മിണ്ടായിരിക്കും. ഇതൊന്നും ബീറ്റ് ചെയ്യാം. ചേച്ചി എനിക്ക് ഒന്ന് ഓവൻ ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതെല്ലാം കൂടെ ഒന്ന് വേണ്ട, ഒന്ന് മിക്സ് ആക്കി കിട്ടിയാൽ മതി. ഇപ്പൊ ഇത് മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല ഇടയ്ക്ക് ഒരു നല്ല ഗ്ലേസിങ് വരുന്നുണ്ടല്ലോ. നമുക്കിനി ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കണം. ഇനി ഗ്യാസ് ഓണാക്കാം. ഇതൊന്ന് ബോയിൽ ആവുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പം ഇതൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്രീം ചീസ് ഇടണം. ക്രീം ചീസ് 1/2 കപ്പ് ക്രീം ചീസ് ഇട്ടിട്ടുണ്ട്. ഇത് സ്മോൾ പീസസ് ഒന്നും ഉണ്ടാവരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ പീസസ് ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ ഇടാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നുള്ളൂ. കാരണം എൻ്റെ വിപ്പിംഗ് ക്രീം ഓൾറെഡി നല്ല സ്വീറ്റൻഡ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അന്നേരം നല്ല മധുരം കാണും. പിന്നെ മാംഗോയ്ക്കൊക്കെ നല്ല മധുരം കാണും. അന്നേരം ഇച്ചിരി ഷുഗർ ഇട്ടാൽ മതിയേ. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് മാംഗോ പൾപ്പ്. ഞാൻ ഇവിടെ 1 കപ്പ് മാംഗോ പൾപ്പാണ് യൂസ് ചെയ്യുന്നത്. സൈഡെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ജലാറ്റിനും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ ഫില്ലിങ് ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇത് ഒഴിക്കുന്നതിന്, നമ്മുടെ പൈ ക്രസ്റ്റിന് മേലെ ഒഴിക്കുന്നതിന് മുമ്പേ ഇതൊന്ന് കൂൾ ഡൗൺ ആവണം. റൂം ടെമ്പറേച്ചർ ആയിട്ട് ഒഴിച്ചാൽ മതിയേ. അങ്ങനെ ഇത് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ വെച്ച ക്രസ്റ്റിനകത്തോട്ട് ഇത് പതിയെ ഒഴിക്കാം. ഇതിന് 3/4 ഉണ്ടാവുമേ. ഇത് ഈ മേടിക്കുന്നതിൻ്റെ കൂടെ കിട്ടിയ ലെഡാണ്. ഇത് വെച്ചൊന്ന് അടയ്ക്കാം. ഇനി ഫ്രിഡ്ജിനകത്ത് 5 to 6 hours വെക്കണം. കുറച്ച് സെറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജിനകത്തോട്ട് വെക്കണം. ഫൈവ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. അടിപൊളി ഡെക്കറേറ്റ് ചെയ്തൊക്കെ അതുപോലെ നല്ല സ്റ്റിഫായിട്ട് ഇരിപ്പുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇഷ്ടപ്പെടാതെ കാണാൻ നല്ല രസമല്ലേ? നമ്മളിപ്പോൾ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. 3 pieces എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ആവശ്യം എളുപ്പം എടുക്കാം.